ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ബി.ജെ.പിയെ പോലും പിന്നിലാക്കി മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ബാനറിൽ ഇന്ത്യ സഖ്യം മിന്നും കുതിപ്പാണ് നടത്തിയത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി മഹാരാഷ്ട്രയിൽ കളമൊരുങ്ങുകയാണ്. ലോക്സഭയിൽ വലിയ മുന്നേറ്റം നടത്തിയ മഹാവികാസ് സഖ്യം ഇക്കുറി നിയമസഭയിൽ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ മഹാരാഷ്ട്ര വീണ്ടും കൈപ്പിടിയിലാക്കാമെന്നുള്ള വിശ്വാസം പ്രതിപക്ഷ നേതാക്കന്മാർക്കുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ NCP നേതാവ് ശരത് പവാർ അണികൾക്കും നേതാക്കന്മാർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിനു പുറമെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്നും NCP നേതാവ് പറയുന്നുണ്ട്. മഹാവികാസ് അഗാഡിയിലെ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റിന് തങ്ങളാണ് അർഹരെന്നും പവാർ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് സഖ്യകക്ഷികളെക്കാൾ കുറച്ച് സീറ്റുകളിലാണ് NCP മത്സരിച്ചത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അതുകൊണ്ട് കൂടുതൽ സീറ്റ് വേണം എന്നതാണ് പവാർ പറയുന്നത്. പൂനെയിൽ പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് പവാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശിവസേനയും കോൺഗ്രസും ഘടകകക്ഷികളായിട്ടുള്ള സഖ്യം പ്രശ്നങ്ങളില്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള ചിന്തയോടെയാണ് NCP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്ന് പവാർ പറയുന്നുണ്ട്. NCPയോടൊപ്പം കോൺഗ്രസും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അടങ്ങുന്ന മഹാവികാസ് അഗാഡി സഖ്യത്തിന് കീഴിലാണ് മൂന്ന് പാർട്ടികളും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത്. സീറ്റ് വിഭജന ചർച്ചകൾ സഖ്യം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത്തരം ചർച്ചകൾക്ക് മുന്നണി തയ്യാറെടുക്കുമ്പോഴാണ് ശരത് പവാർ നിലപാടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂനെയിൽ നടന്ന NCP യോഗത്തിൽ പങ്കെടുത്ത ശരത് പവാർ മുതിർന്ന പാർട്ടി നേതാക്കളോടും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളോടും മറ്റ് പ്രസ്താവനകൾ നടത്തരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുമുണ്ട്. ജാതി സെൻസസിനായി ശക്തമായി രംഗത്തെത്തണമെന്ന നിർദ്ദേശവും ശരത് പവാർ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്ക് നൽകിയിട്ടുമുണ്ട്. മറാത്ത, ധൻഗർ, ലിംഗായത്ത് സംവരണം നിയമസഭയിൽ ഉൾപ്പെടെ സജീവമാക്കണമെന്നും ശരത് പവാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകളിൽ മത്സരിച്ച ശിവസേന താക്കറെ വിഭാഗം 9 സീറ്റുകളിലാണ് വിജയിച്ചത്. മത്സരിച്ച 17-ൽ 13-ലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിശാൽ പാട്ടീൽ വിജയിച്ചതിനു പിന്നാലെ കോൺഗ്രസിനെ പിന്തുണക്കുകയും ചെയ്തതോടെ MP-മാരുടെ എണ്ണം കോൺഗ്രസിന് 14ആയി. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP 10 സീറ്റുകളിൽ മത്സരിക്കുകയും 8 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിട്ടുമുണ്ട്.